വെൽക്കം. നമുക്ക് നല്ല എൻജോയ് ചെയ്ത് നമുക്ക് വെക്ടർ എഫ് ഈസ് ഈക്വൽ ടു എം വെക്ടർ എ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് കാണാം. വെക്ടർ എഫ് ഈക്വൽസ് ടു എം വെക്ടർ എ സി ഒ എം സെന്റർ ഓഫ് മാസ്. ഇവിടെ എന്താ വരിക? നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഈ കാര്യമാണ് നമ്മൾ പഠിച്ചത്. ഇതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ വെക്ടർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നീറ്റ് 2009 ചോദിച്ചാണ്. എ ബോഡി അണ്ടർ ദ ആക്ഷൻ ഓഫ് എ ഫോഴ്സ് vector F is equal to 6i cap minus 8j cap plus 10k cap acquires an acceleration of 1 meter per second squared. So question തന്നത് വെക്ടർ F തന്നിട്ടുണ്ട്, ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ the mass of the body will be, മാസ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഇതാണ്. വെക്ടർ F is equal to m വെക്ടർ A. സോ അതിൽ നിന്ന് നമുക്ക് മാസ് എന്ന് പറയുന്നത് എം ഈസ് ഈക്വൽ ടു വെക്ടർ എഫ് ബൈ വെക്ടർ എ. അപ്പോൾ മാസ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് നമ്മളിവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എഫ് ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ എന്നാണ് നമ്മൾ പറയാം അല്ലേ. സോ ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എഫ് എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് 6i ക്യാപ്പ് മൈനസ് 8j ക്യാപ്പ് പ്ലസ് 10k ക്യാപ്പ്. സോ അത് റൂട്ട് ഓഫ് 6 സ്ക്വയർഡ് പ്ലസ് minus 8 squared plus 10 squared divided by magnitude of vector A. എത്രയാണ്? 1 meter per second squared. So അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. acquires an acceleration of 1. സോ ഇവിടെ 1 എഴുതി. സോ അത് എത്രയാവും? ഇവിടെ 36 plus 64 എന്ന് വെച്ചാൽ 100 ആയി. സോ 100 plus 100 root of 200 ആയി. സോ root of 200 എനിക്ക് എന്താക്കി എഴുതാം? 2 into 10 square എന്ന് എഴുതാം. സോ that will be 10 root 2 കിലോഗ്രാം എന്നായി മാറും അല്ലേ. സോ ഇതാണ് ഉത്തരം വരുന്നത്. സോ നമ്മൾ വായിച്ചത് നമുക്ക് മനസ്സിലായി. ഫോഴ്സ്, ആക്സിലറേഷൻ, മാസ് ആണ്. അത് ഇൻവോൾവ് ചെയ്ത ഇക്വേഷൻ ആണ് വെക്ടർ എഫ് ഈസ് ഈക്വൽ ടു എം വെക്ടർ എ. സോ ഇവിടെ സെന്റർ ഓഫ് മാസ് ഡയറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. കാരണം നമുക്കറിയാം ഒരു ബോഡി അതിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് സെന്റർ ഓഫ് മാസിന്റെ ആക്സിലറേഷൻ ആണ്. നമുക്ക് ഓൾറെഡി അറിയാമെന്ന് വിചാരിക്കണം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ബോഡി ഓഫ് മാസ് എം ഈക്വൽസ് 2 kg ഈസ് ഫ്രീ ടു മൂവ് ഇൻ ദ XY പ്ലെയിൻ. 2 kg മാസ് ഉള്ള ഒരു ബോഡിക്ക് ഈ XY പ്ലെയിനിൽ എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യാം. 4 ഫോഴ്സസ്, ആ 4 ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്നിട്ടുണ്ട്. ആക്ട് ഓൺ ഇറ്റ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഫിഗറിൽ കാണിച്ച പോലെ 4 ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെ F1 ഫോഴ്സ് എക്സ് ആക്സിസുമായി 53 ഡിഗ്രി ആയിട്ട് ആക്ട് ചെയ്യുന്നു. F2 ഇങ്ങോട്ട് എക്സ് ആക്സിൽ കൂടെ ആക്ട് ചെയ്യുന്നു. F3 എക്സ് ആക്സിൽ കൂടെ ആക്ട് ചെയ്യുന്നു. F4 വൈ ആക്സിൽ ആക്ട് ചെയ്യുന്നു. ഫൈൻഡ് ദ ആക്സിലറേഷൻ ഓഫ് ദ ബോഡി. ബോഡിന്റെ ആക്സിലറേഷൻ ആണ് കാണാൻ വേണ്ടി പറഞ്ഞത്. സോ നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു എം എ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ വെക്ടർ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ് ചെയ്തത്. ഇപ്പൊ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നെറ്റ് എന്ന് പറയുന്ന കാര്യത്തിന് ബേസ് ചെയ്തിട്ടാണ്. സോ വെക്ടർ എഫ് നെറ്റ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു എം വെക്ടർ എയിൽ നേരത്തെ വെക്ടർ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി നെറ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ആക്സിലറേഷൻ കാണാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ മാസ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിന് ആദ്യം എന്ത് വേണം? നെറ്റ് ഫോഴ്സ് എത്രയാണെന്നുള്ള കാര്യമാണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ F2, F3, F4 എല്ലാം എക്സ് വൈ ആക്സിലാണുള്ളത്. F1 മാത്രമാണ് ഒരു ആംഗിൾ ആയിട്ടുള്ളത്. സോ F1ന്റെ നമ്മൾ എന്ത് ചെയ്യണം? കോമ്പണൻസ് എടുക്കണം. സോ നമ്മൾ കോമ്പണന്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? F1 cos 53 ഡിഗ്രി ഇവിടെ കിട്ടും. F1 sin 53 ഡിഗ്രി ഇവിടെയും കിട്ടും കോമ്പണന്റ് എടുത്തത്. സോ cos 53 ഡിഗ്രി എങ്ങനെ നമ്മൾ കാണാം? ഇങ്ങനെ 3, 4, 5 റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ 53 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ നമ്മൾ പറയും 37 ഡിഗ്രി. എന്നാൽ ടോട്ടൽ ആഡ് ചെയ്താൽ 180 ഡിഗ്രി. 37 ഡിഗ്രിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് 3, ഈ സൈഡ് 4, ഈ സൈഡ് 5, ഹൈപ്പോട്ടനസ് സൈഡ് 5. ഓക്കെ, സോ ഇവിടെ 3, 4, 5 ആയി. ഇനി ഇതിൽ നിന്ന് cos 53 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്തായി? 3/5. സോ നമുക്ക് ഇത് എന്താക്കി എഴുതാം? F1 cos 53 ഡിഗ്രി ഈക്വൽസ് F1ന്റെ മാഗ്നിറ്റ്യൂഡ് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 10 ഇൻറ്റു cos 53 ഡിഗ്രി എന്ന് പറയുന്നത് 3/5 ആണ്. സോ 10/5 2i, 2 into 3 6 ന്യൂട്ടൺ എന്നായി. ഇനി അതേപോലെ F1 sin 53 ഡിഗ്രി എന്ന് പറയുന്നത് F1 എന്ന് പറയുന്നത് 10 ആണ്. sin 53 എന്നാണ് 4/5. സോ ഇവിടെ 2 into 4 8 ന്യൂട്ടൺ എന്നായി.
സോ നമ്മൾ ഈ F1 നമ്മൾ കോമ്പണന്റ് ആക്കി. ഇനി ടോട്ടൽ ഫോഴ്സ് ആഡ് ചെയ്താൽ മതി. ഇപ്പൊ ടോട്ടൽ ഫോഴ്സിന്റെ ഫിഗർ എങ്ങനെയായി മാറി? ഇങ്ങോട്ടേക്ക് F3 ഉണ്ട്. F3 എത്രയുള്ളത്? 3 ന്യൂട്ടൺ ഉണ്ട്. പ്ലസ് F1 cos 53 ഡിഗ്രി എങ്ങോട്ടാ ഉണ്ടാവാം? ഇങ്ങോട്ടേക്ക് അല്ലേ. സോ അത് എത്ര നമ്മൾ കണ്ടെത്തി? 6 ന്യൂട്ടൺ ഉണ്ട്. സോ ഇങ്ങോട്ടേക്ക് നമുക്ക് പറയാം 9 ന്യൂട്ടൺ വലതുഭാഗത്തേക്കുണ്ട്. F1 sin 53 മുകളിലോട്ടുണ്ട്. അത് എത്രയാണ് നമ്മൾ കണ്ടെത്തി? 8 ന്യൂട്ടൺ. F2ന്റെ വാല്യൂ എടുക്കാത്തുന്നത് 6 ന്യൂട്ടൺ. ഇനി F4ന്റെ വാല്യൂ എത്ര ആകുന്നത്? 8 ന്യൂട്ടൺ. F4ന്റെ വാല്യൂ 8 ന്യൂട്ടൺ. സോ ഇവിടെയുള്ള ഈ 8 ന്യൂട്ടൺ ഇവിടെയുള്ള 8 ന്യൂട്ടൺ ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി ഉണ്ടാവുക 9 ന്യൂട്ടൺ 6 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 3 ന്യൂട്ടൺ വലത്തോട്ട് അല്ലേ. സോ നമുക്ക് എന്ത് പറയാം? വെക്ടർ എഫ് നെറ്റ് എന്ന് പറയുന്നത് 3i ക്യാപ് വെക്ടർ ഫോമിൽ ചെയ്താണ് അല്ലേ. സോ വെക്ടർ എഫ് നെറ്റ് എക്സ്റ്റേണൽ എന്ന് പറയുന്നത് 3i ക്യാപ് എന്ന് കിട്ടി. സോ നമുക്ക് കാണേണ്ടത് ആക്സലറേഷൻ ആണ്. സോ ആക്സലറേഷൻ വെക്ടർ എ ഈസ് ഈക്വൽ ടു വെക്ടർ എഫ് നെറ്റ് എക്സ്റ്റേണൽ ഡിവൈഡ് ബൈ മാസ്. സോ നമുക്ക് പറയാം 3i ക്യാപ് ഡിവൈഡ് ബൈ മാസ് എത്രയാണ്? 2. സോ 3/2i ക്യാപ് ആണ് ഇതിന്റെ മുകളിലുള്ള ആക്സിലറേഷൻ വരുന്നത്. സോ നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഈ ക്വസ്റ്റ്യനിലൂടെ ഞാൻ കാണിച്ചത് എങ്ങനെയാണ് നെറ്റ് ഫോഴ്സ് എടുക്കുക എന്നുള്ള സിമ്പിൾ കാര്യമാണ് കാണിച്ചത്. A metal rod of mass 8 kg is pushed horizontally with an external force of 24 Newton at one end. So ഒരു മെറ്റൽ റോഡ് ഉണ്ട്, അത് ഹോറിസോണ്ടലി പുഷ് ചെയ്തിരിക്കുകയാണ് വിത്ത് an external force of 24 Newton. ഇതിന്റെ മാസ് 8 കിലോഗ്രാം ആണ്. അറ്റ് വൺ എൻഡിലാണ് ഈ ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഫൈൻഡ് ദ ഇന്റേണൽ ഫോഴ്സ് അറ്റ് മിഡ് പോയിന്റ്. ഇതിന്റെ മിഡ് പോയിന്റിൽ എത്ര ഇന്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാൻ കാരണം നമ്മൾ ആദ്യം വെക്ടർ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ചെയ്തു, അതിനുശേഷം നമ്മൾ നെറ്റ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ചെയ്തു. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എക്സ്റ്റേണൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ്റ്റേണൽ ഫോഴ്സ് എന്താണ്, ഇന്റേണൽ ഫോഴ്സ് എന്താണെന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ ഇന്റേണൽ ഫോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഈ സിസ്റ്റം 8 കിലോഗ്രാം സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇന്റേണൽ ഫോഴ്സ് വരയ്ക്കാൻ പറ്റില്ല. കാരണം ഈ സിസ്റ്റത്തിന്റെ ഉള്ളിലുള്ള ഫോഴ്സ് ആണ് അത് നമ്മൾ പറയാൻ കഴിയില്ല. അപ്പൊ നമുക്ക് ഇന്റേണൽ ഫോഴ്സ് വേണമെങ്കിൽ നമ്മൾ ഒന്നുകിൽ എന്ത് വരയ്ക്കണം? ഈ മിഡ് പോയിന്റ് വരെയുള്ള ഇവിടെ കട്ട് ചെയ്താണ്, ഇമാജിൻ ചെയ്യുക കട്ട് ചെയ്തായിട്ട് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പകുതിയായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4 കിലോഗ്രാം ഉണ്ടാവും. അപ്പൊ ഈ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഇന്റേണൽ ഫോഴ്സ് ഇതിന്റെ മേലെ ഇങ്ങനെ ആക്ട് ചെയ്യണം. സാർ ഇങ്ങനെ മനസ്സിലായി ഇന്റേണൽ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യണമെന്ന്. കാരണം ഈ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ബോഡി ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്ത് പോവില്ല. മനസ്സിലായില്ല. ഇവിടെ 8 കിലോഗ്രാമിന്റെ മേലെ 24 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. അത് കാരണമായിട്ട് ഇതിന്റെ ആക്സിലറേഷൻ A is equal to F/m, അതായത് 24/8, അതായത് 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒബ്ജക്റ്റിന്റെ മേലെ ഇതാണ് മെറ്റൽ റോഡെങ്കിൽ 24 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് കാരണമായിട്ട് ഈ ഒബ്ജക്റ്റ് 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷനിൽ മൂവ് ചെയ്തുകൊണ്ട് നിൽക്കണം. ഈ ടോപ്പ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ടോപ്പ് 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മൂവ് ചെയ്യും. അതേപോലെ ഈ പെന്നിന്റെ ഭാഗവും 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ് മൂവ് ചെയ്യുക. ടോട്ടൽ 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ ഈ ടോപ്പ് ഭാഗവും 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെ, ബാക്കിയുള്ള ഭാഗവും 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെയാണ് മൂവ് ചെയ്യുക. അതേപോലെ നമ്മൾ ഇവിടെ 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ് 8 കിലോഗ്രാം മൂവ് ചെയ്യുന്നതെങ്കിൽ ഈ 4 കിലോഗ്രാമും എത്രയിലാണ് മൂവ് ചെയ്യാം? 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ് മൂവ് ചെയ്യാം. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ മേലെ ആക്സിലറേഷൻ എങ്ങോട്ടുണ്ടെങ്കിൽ അതേ ഡയറക്ഷനിൽ ആരുണ്ടാവും? ഫോഴ്സ് ഉണ്ടാവും, നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ ഇന്റേണൽ ഫോഴ്സ് ഈ 8 കിലോഗ്രാമിന് ഇന്റേണൽ ആണെങ്കിലും 8 കിലോഗ്രാം സിസ്റ്റത്തിന് ഈ എഫ് ഇന്റേണൽ എന്ന് പറയുന്നത് ഇന്റേണൽ ആണെങ്കിലും ഈ 4 കിലോഗ്രാമിന് അത് എക്സ്റ്റേണൽ ആണ്. 4 കിലോഗ്രാം സിസ്റ്റത്തിന് ഇത് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. സോ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് 3rd ലോയിൽ നമ്മൾ പഠിപ്പിച്ചിരുന്നു എക്സ്റ്റേണൽ ഫോഴ്സ് എന്താണ്, ഇന്റേണൽ ഫോഴ്സ് എന്താണ്. അത് മനസ്സിലാക്കിയവർക്ക് പെട്ടെന്ന് മനസ്സിലാവും
അപ്പൊ ഈ സിസ്റ്റത്തിൽ ഇത് ഈ എഫ് ഇന്റേണൽ എന്ന് പറയുന്നത് ഈ 4 കിലോഗ്രാമിന് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. സോ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് പറയും, എഫ് നെറ്റ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ ഇവിടെ എഫ് ഇന്റേണൽ ഈ ഇക്വേഷനിൽ നമ്മൾ ഈ ഇന്റേണൽ അപ്ലൈ ചെയ്യണേ, ഈസ് ഈക്വൽ ടു മാസ് എത്രയാണ്, ഇതിന്റെ മാസ് 4 കിലോഗ്രാം ഇൻറ്റു ആക്സിലറേഷൻ എത്രയാണ്, ആക്സിലറേഷൻ 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ 12 ന്യൂട്ടൺ ആണ് ഉത്തരം വരിക. ഓക്കെ, ഇതിന്റെ റൈറ്റ് സൈഡിലുള്ള ഡയഗ്രാം നമുക്ക് വെറുതെ വരച്ചു നോക്കാം കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. സോ റൈറ്റ് സൈഡ് ഡയഗ്രാം നമ്മൾ വെറുതെ വരച്ചു നോക്കി. ഇതാണ് ഈ കട്ട് ചെയ്ത് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ഇവിടെ, റൈറ്റ് സൈഡിൽ ഇങ്ങനെ 4 കിലോഗ്രാം. സോ റൈറ്റ് സൈഡിൽ നമുക്ക് 24 ന്യൂട്ടൺ ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇതും എത്ര ആക്സിലറേഷനിലാണ് പോകുന്നത്, 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷനിലാണ് പോകുന്നത്. ഇവിടെ ഇങ്ങനെ വരച്ചിട്ട് നിർത്താൻ പാടില്ല, കാരണം നമ്മൾ തേർഡ് ലോ പഠിച്ച ആൾക്കാരാണ്. തേർഡ് ലോ പ്രകാരം ഈ 4 kg-നെ ഈ 4 kg ആണ് വലിക്കുന്നത് എഫ് ഇന്റേണൽ. സോ റൈറ്റ് സൈഡുള്ള 4 kg-നെ ലെഫ്റ്റ് സൈഡുള്ള 4 kg-യും അതേ ഫോഴ്സിൽ വലിക്കും. സോ ഇവിടെ എന്തുണ്ടാവണം, എഫ് ഇന്റേണൽ ആക്ട് ചെയ്യണം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട്. ഈക്വൽ മാഗ്നിറ്റ്യൂഡ്, ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ, ബോത്ത് ആർ ആക്ടിങ് ഓൺ ഡിഫറെന്റ് ബോഡീസ് അല്ലേ. നമ്മൾ ഈ 4 കിലോഗ്രാം ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ 2 എഫ് ഇന്റേണൽസും ക്യാൻസൽ ഔട്ട് ചെയ്ത് എന്നിട്ട് നമുക്ക് ഈ 8 കിലോഗ്രാം കിട്ടി. അതിന്റെ മേലെയാണ് ഈ 24 ന്യൂട്ടൺ എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം, നമുക്ക് എന്താ കിട്ടാൻ നോക്കാം. സോ നമ്മൾ അപ്ലൈ ചെയ്യാണ് എഫ് നെറ്റ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. വലതുഭാഗത്ത് പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ 24 മൈനസ് എഫ് ഇന്റേണൽ ഈസ് ഈക്വൽ ടു മാസ് എത്രയാണ്, ഇതിന്റെ മാസ് 4 കിലോഗ്രാം ആണ്, ഇൻറ്റു ഇതിന്റെ ആക്സിലറേഷൻ വലത്തോട്ട് 3 ആണ്. സോ അതിൽ നിന്ന് നമുക്ക് എഫ് ഇന്റേണൽ എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടി, ഇവിടെ എഫ് ഇന്റേണൽ എന്ന് പറഞ്ഞാൽ 24 മൈനസ് 12 ന്യൂട്ടൺ ആണ് കിട്ടി. സോ അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടി. സോ നമുക്ക് ലെഫ്റ്റ് സൈഡ് കറക്റ്റ് കാണാം, ലെഫ്റ്റ് സൈഡ് ചെയ്താലും റൈറ്റ് സൈഡ് ചെയ്താലും ഒരേ ഉത്തരം തന്നെയാണ് കിട്ടുക. അപ്പൊ ഞാൻ ഇത് ചെയ്ത എന്തിനാണ്, ഇന്റേണൽ ഫോഴ്സും എക്സ്റ്റേണൽ ഫോഴ്സും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. ക്വസ്റ്റ്യനിൽ നമ്മുടെ ഇക്വേഷൻ തന്നെ നെറ്റ് എക്സ്റ്റേണൽ, അപ്പോൾ ആ ഇന്റേണൽ എക്സ്റ്റേണൽ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തത്. നമ്മൾ വെറുതെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ ചെയ്യല്ല, കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. An object of mass 3 kg, വായിച്ചപ്പോൾ മനസ്സിലായി മാസ് 3 kg ഈസ് അറ്റ് റെസ്റ്റ്, റെസ്റ്റിലാണല്ലോ. Now a force of vector F is equal to 60 square I cap plus 40 j cap is applied on the object. Then velocity of object at t is equal to 3 second is. t is equal to 3 second ഉള്ള വെലോസിറ്റി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ റീഡ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ നമ്മളോട് ഈ വേരിയബിൾസ് ആണ് ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാലേ ക്വസ്റ്റ്യൻ എന്താണ്, വെക്ടർ ഫിസിക്കൽ എം വെക്ടർ അതിന്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ നേരത്തെ ചെയ്തു വെക്ടർ എഫ് നെറ്റിന്റെ വെക്ടറിന്റെ ക്വസ്റ്റ്യൻ ചെയ്തു, നെറ്റിന്റെ ക്വസ്റ്റ്യൻ ചെയ്തു, എക്സ്റ്റേണൽ ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി നമ്മൾ മൊത്തത്തിൽ എം വെക്ടർ എ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇതിലെ വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആണ് ചോദിച്ചത്. സോ ഈ ഇക്വേഷൻ എങ്ങനെ വേരി ചെയ്താലാണ് നമുക്ക് വെലോസിറ്റിയുമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുക. അപ്പൊ നമുക്ക് ഐഡിയ ഇത് റീഡ് ചെയ്തപ്പോൾ മനസ്സിലായ കാര്യമാണ്. നമുക്ക് ഐഡിയ നമുക്ക് എന്താന്ന് പറയാൻ പറ്റും, വെക്ടർ എഫ് നെറ്റ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു എം വെക്ടർ എ എന്ന് പറഞ്ഞാൽ നമുക്ക് എം ഡി വെക്ടർ വി ഡിവൈഡ് ബൈ ഡി ടി എന്നാക്കാം, ആക്സിലറേഷനെ ഡി വി ബൈ ഡി ടി എന്നാക്കാം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ഇൻവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ, വെലോസിറ്റി ടൈം ഇൻവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ആരൊക്കെയുള്ള ക്വസ്റ്റ്യനിൽ എഫ് ഉണ്ട്, എം വി ടി എല്ലാവരും ഉണ്ട് അല്ലെ, എഫ് എം വി ടി എല്ലാവരും ഉണ്ട്. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം കാണാം, വെലോസിറ്റി ചോദിച്ചത് നമുക്ക് എന്ത് ചെയ്യാം, ഡി വെക്ടർ വി ഇസ് ഈക്വൽ ടു വെക്ടർ എഫ് ഡി ടി ഡിവൈഡ് ബൈ എം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാം, അവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആൾക്കാരെ ചിന്തിക്കുന്നത് കേട്ടോ. സിമ്പിൾ ആയിട്ട് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. എങ്ങനെയാണ് ഈ ഇതിനെ ആക്സിലറേഷൻ വേറെ ഏതാ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അവർ ആലോചിച്ചിട്ട് എന്നിട്ട് അവർ ഓക്കെ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ വെലോസിറ്റി ചോദിച്ചാൽ പോരെ, അപ്പൊ ഇവിടെ വെക്ടർ എഫ് നമ്മൾ ടൈം ആൻഡ് റിലേഷൻ കൊടുക്കണം അല്ലേ. അപ്പോൾ തോന്നിട്ടുണ്ടാവില്ലല്ലോ, ഉണ്ടാവും. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുക. സോ നമുക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ഇന്റഗ്രൽ ഡി വെക്ടർ വി ഈസ് ഈക്വൽ ടു വെക്ടർ എഫ് ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്, 60 സ്ക്വയർ ഐ ക്യാപ്പ് ഡി ടി
പ്ലസ് ഇന്റഗ്രൽ 40 j cap dt. ഇതാണ് വെക്ടർ എഫ് ഡി ടി ഡിവൈഡ് ബൈ മാസ് എത്രയാണ് 3 കിലോഗ്രാം. സോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്കിൾ റെസ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. സോ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ് 0. സോ ആ സമയത്ത് എത്രയാണ് ആ സമയം നമുക്ക് തന്നിട്ടില്ല അല്ലേ. സോ റെസ്റ്റിൽ ദെൻ വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് 3 സെക്കൻഡ്. സോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം നമ്മൾ 0 സെക്കൻഡ് ആയിട്ട് എടുക്കണം. സോ 0 0. പിന്നെ 3 സെക്കൻഡിലാണ് ചോദിച്ചത്. സോ ഇവിടെ 3 ഇവിടെ 3. ഇവിടെയുള്ള വെലോസിറ്റി ആണ് എന്ത് വെലോസിറ്റി അറ്റ് 3 സെക്കൻഡ്. സോ നമ്മൾ വെക്ടർ വി ബ്രാക്കറ്റിൽ 3 ഇതാണ് 3 സെക്കൻഡിലുള്ള വെലോസിറ്റി. സോ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും വെക്ടർ വി ഓഫ് 3 മൈനസ് വെക്ടർ വി ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0 ആയി. വെലോസിറ്റി അറ്റ് ടൈം 0 സെക്കൻഡ് എത്രയാണ് 0 ആണ്. സോ ഇത് നമുക്ക് എന്താന്ന് കിട്ടി ഇവിടെ ടി സ്ക്വയർഡ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി ക്യൂബ് ബൈ 3 എന്നായി. 3 6 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ആയി. സോ 2 ടി ക്യൂബ് എന്നായി. ഞാൻ ചെയ്യണം ചെയ്യല്ലേ. സോ 6 ടി ക്യൂബ് ബൈ 3 ഇത് ഇവിടെ 0 to 3 വരെ. എന്നിട്ട് നമ്മളിവിടെ ഐ ക്യാപ്പ് ഇടും പ്ലസ് 4 ടി സ്ക്വയർഡ് ബൈ 2 0 to 3 ഡിവൈഡ് ബൈ 3. സോ ഇവിടെ എന്താവും ഇത് 3 6 കട്ട് ചെയ്ത് പോയാൽ ബാക്കി 2 ഇൻറ്റു 3 ക്യൂബ് ഐ ക്യാപ്പ് പ്ലസ് 4/2 എന്ന് പറയുന്നത് 2 ടി സ്ക്വയർഡിനെ നമ്മൾ 3 ഇട്ട് കഴിഞ്ഞാൽ 2 ഇൻറ്റു 3 സ്ക്വയർഡ്. പിന്നെ ടോട്ടൽ ഇത് മൊത്തം ഡിവൈഡ് ബൈ 3 നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വിചാരിക്കുകയാണ്. ഡിവൈഡ് ബൈ 3 ഈ 3 കേട്ടോ. ഈ 4 2 കട്ട് ചെയ്തു 6/3 2 ആയി. 4/2 2 ആയി. ഇവിടെ അതിട്ട് കൊടുത്ത് ബാക്കി സിമ്പിൾ. പിന്നെ ഇവിടെ ഒരു ആൾ മറന്നു ഇല്ലേ, നമ്മളിവിടെ ജെ ക്യാപ്പ് ഉണ്ടായിരുന്നു. സോ ഇവിടെ ജെ ക്യാപ്പ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇവിടെ നമുക്ക് എന്താക്കാൻ പറ്റും 2 ഇൻറ്റു 3 സ്ക്വയർ. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത്രയും 9 ആയി. ഈ 3 ഈ ക്യൂബിനെ കട്ട് ചെയ്ത് പോയി ബാക്കി സ്ക്വയർ ആയിട്ടോ. ഇവിടെ സ്ക്വയർ ആയി. ഇവിടെ ഈ 3 ഈ സ്ക്വയറിനെ കട്ട് ചെയ്ത് പോയി 3 മാത്രമായി. സോ 2 ഇൻറ്റു 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 2 18 ഐ ക്യാപ്പ് പ്ലസ് 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 6 ജെ ക്യാപ്പ്. ഇതാണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. സിമ്പിളാണ്. നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ട ആൾക്കാർക്ക് ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഏത് വേരിയബിൾസ് ആണുള്ളത് നോക്കാം. എന്നിട്ട് നമ്മൾ വെറുതെ അങ്ങോട്ട് റീഅറേഞ്ച് ചെയ്യുക, അറിയുന്ന ഇക്വേഷൻസ് റീഅറേഞ്ച് ചെയ്യുക. ഇത് കാൽക്കുലേഷൻ പാർട്ട്. അത് ലാസ്റ്റ് എന്താണെന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം. അതായത് എന്തെങ്കിലും തെറ്റിക്കണോ, യൂണിറ്റ് ഒക്കെ കറക്റ്റ് ആണോ, യൂണിറ്റ് ചെയ്യാൻ. യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ വെലോസിറ്റി ആണെങ്കിൽ ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് യൂണിറ്റ് കറക്റ്റ് ആണോ എല്ലാം ചെക്ക് ചെയ്യാം. ഇവാലുവേറ്റ് ചെയ്യും. എന്ത് മെത്തേഡ് അതിൽ പറയാം, ഞാൻ പറയാം റൈസ് മെത്തേഡ്. അരി ആഹാരം കഴിക്കുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന മെത്തേഡ്. ആദ്യം റീഡ് ചെയ്യുക, പിന്നെ ഐഡിയ കണ്ടെത്താം, പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുക, പിന്നെ ഇവാലുവേറ്റ് ചെയ്യാം ഇത് കറക്റ്റ് ആണോ. ഓക്കെ. Find the net external force acting on a body of mass 2 kg moving along positive x-axis if it has acceleration of 3 meter per second square, b deceleration of 3 meter per second square. So ഇവിടെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ വെക്ടർ എഫ് ഈസ് ഈക്വൽ ടു എം വെക്ടർ എ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ. വെക്ടർ എഫ് നെറ്റ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു എം വെക്ടർ എ സി ഒ ആണ് അല്ലേ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടാൾക്കാരും ആക്സിലറേഷനും ഫോഴ്സും സെയിം ഡയറക്ഷനിലാണ് ഉണ്ടാവും അല്ലെ. അതായത് ഇപ്പൊ ആക്സിലറേഷൻ ഇങ്ങോട്ടേക്കാണുള്ളതെന്ന് വിചാരിക്കാം. അപ്പൊ ഈ മാസ് ഇൻറ്റു ആക്സിലറേഷൻ, മാസ് 2 ആണെങ്കിൽ ഇത് ലെങ്ത് 2 ടൈംസ് ആവും. 2 വെക്ടർ എ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണ്. അപ്പൊ മാസ് 2 kg ആണെങ്കിൽ ഇത് ആരായി, ഇത് ഫോഴ്സ് ആയി. വെക്ടർ എഫ് ഇസ് ഈക്വൽ ടു എം വെക്ടർ എ. എം 2 ആണ് ഇവിടെ. സോ അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ആക്സിലറേഷനും ഫോഴ്സും എപ്പോഴും സെയിം ഡയറക്ഷനിലാണ് ഉണ്ടാവുക. ആക്സിലറേഷനും ഫോഴ്സും സെയിം ഡയറക്ഷനിലാണ് ഉണ്ടാവുക. സോ അത് ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി ഓഫ് മാസ് 2 കിലോഗ്രാം. ഒരു ബോഡിയുടെ അതിന്റെ മാസ് എത്രയാണ് 2 കിലോഗ്രാം ആണ്. അത് പോസിറ്റീവ് എക്സ് ആക്സിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നത്. സോ അതിന്റെ വെലോസിറ്റി ഈ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് ഉള്ളത്. സോ ഇതിന്റെ ആക്സിലറേഷൻ എത്രയാണ് 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഫസ്റ്റ് പാർട്ടിൽ ഇതിന്റെ ആക്സിലറേഷൻ 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടെത്താം, നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ മേലെയുള്ള നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് കാണാൻ പറ്റും. നമുക്ക് പറയാൻ പറ്റും വെക്ടർ എഫ് നെറ്റ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു എം വെക്ടർ എ. സോ ഇവിടെ വെക്ടർ 2 എം എന്ന് പറയുന്നത് 2 ആണ്, ആക്സിലറേഷൻ എന്ന് പറയുന്നത് 3 ആണ്. സോ ഇവിടെ 3 ഐ ക്യാപ്പ് വെക്ടർ ഡയറക്ഷൻ വരുമ്പോൾ 2 ഇൻറ്റു 3 ഐ ക്യാപ്പ്. സോ ഇതിലായി 6 ഐ ക്യാപ്പ് ആയി.
രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഡിസലറേഷൻ എന്നാ പറഞ്ഞത്. ഡിസലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് കുറയാണ്. പോസിറ്റീവ് എക്സ് ആക്സിൽ തന്നെ നമ്മൾ സ്പീഡ് കുറയാണ്, ഡിസലറേഷൻ സംഭവിക്കണം. അതിന്റെ അർത്ഥം എന്താണ്? ആക്സിലറേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഉണ്ടാവുക. ബോഡി മൂവ് ചെയ്യുന്നത് ഇങ്ങോട്ടേക്കാണ്, ബോഡി മൂവ് ചെയ്യുന്നത് പോസിറ്റീവ് എക്സ് ആക്സിലാണ്. ഡിസലറേഷൻ ആണ് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സ്പീഡ് കുറയാണ്. അതായത് ആ സമയത്ത് 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ബോഡിന്റെ മൂവ്മെന്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ ഇവിടെ നമുക്ക് എന്താ പറയാൻ പറ്റും? വെക്ടർ എഫ് നെറ്റ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ 2 ഇൻറ്റു ആക്സിലറേഷൻ ഇങ്ങോട്ടേക്കാണ് 3 ഇൻറ്റു മൈനസ് ഐ ക്യാപ്പ് ആണ്. സോ ഇവിടെ വരും -6 ഐ ക്യാപ്പ് എന്ന് വരും അല്ലേ. സോ ഇതാണ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യത്തേതിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ആക്സിലറേഷൻ അതേ ഡയറക്ഷനിലാണ്, രണ്ടാമത്തേതിലും ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ആക്സിലറേഷൻ അതേ ഡയറക്ഷനിലാണ്. ആക്സിലറേഷൻ എന്താണുള്ളത്? 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇവിടെ ഫോഴ്സ് എങ്ങോട്ടൊക്കെ ഉള്ളത്? -6 ഐ ക്യാപ്പ് ഈ ഡയറക്ഷൻ അല്ലേ. സോ 3 6, ഇവിടെ 3 6. ഓക്കെ, സോ ഫോഴ്സും ആക്സിലറേഷനും സെയിം ഡയറക്ഷനിലാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഡിസലറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആകെ ബേജാറാവരുത്, കറണ്ട് പോയി തോന്നുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമുക്ക് നിർത്താൻ കാര്യം ഉണ്ടാവും എന്ന് വിചാരിക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സിന്ദാബാദ് സിന്ദാബാദ് സിന്ദാബാദ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സിന്ദാബാദ് സിന്ദാബാദ്. എ സാറ്റലൈറ്റ് മൂവിങ് ത്രൂ ഡീപ്പ് സ്പേസ്. ഡീപ്പ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ തൊട്ടടുത്ത് പ്ലാനറ്റുകളൊന്നുമില്ല, ആരും അതിന്റെ മേലെ ഫോഴ്സ് കൊടുക്കാനില്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പഠിക്കും, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് മാസുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഫോഴ്സാണ്. അപ്പൊ ഈ ഫോഴ്സ് വളരെ ദൂരത്തൊക്കെ ആണെങ്കിൽ, സ്പേസിന്റെ വളരെ ഡീപ്പായിട്ട് തൊട്ടടുത്ത് ആരുമില്ല, ഒരു പ്ലാനറ്റ് ആരുമില്ല എന്നുണ്ടെങ്കിൽ ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വളരെ കുറയും. സോ അത്തരത്തിലുള്ള ഡീപ്പ് സ്പേസിൽ കൂടെ ഒരു സാറ്റലൈറ്റ് മൂവ് ചെയ്യാണ്. ഹാസ് വെലോസിറ്റി വെക്ടർ v is equal to t² i cap. അതാണ് ആ സാറ്റലൈറ്റിന്റെ വെലോസിറ്റി. എ ബോൾ ഈസ് റിലീസ്ഡ് ഫ്രം ഇറ്റ് അറ്റ് t is equal to 3 സെക്കൻഡ്. സോ ഈ സാറ്റലൈറ്റിന്റെ ഉള്ളിൽ ആരോ ക്രിക്കറ്റ് കളിക്കുന്നു, അവരെന്താക്കി, ഇങ്ങനെ പിടിച്ച ബോൾ സാറ്റലൈറ്റിൽ നിന്നും കൈ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. ഫൈൻഡ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ബോൾ ജസ്റ്റ് ആഫ്റ്റർ ദ റിലീസ്. ബോൾ റിലീസ് ചെയ്ത് കഴിഞ്ഞ പാടെ തന്നെ ആ ബോളിന്റെ വെലോസിറ്റി എന്താണ്, ആക്സിലറേഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ നമുക്കറിയാം വെലോസിറ്റിന്റെ കാര്യം വളരെ സിമ്പിൾ ആണ്. നമ്മൾ മോഷൻ സ്ട്രെയിറ്റ് ലൈനിൽ പഠിച്ചാണ്. ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിൽ നിന്നും നമ്മളൊരു പാർട്ടിക്കിൾ റിലീസ് ചെയ്യുകയാണെങ്കിൽ ആ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ആ സമയത്ത് ഉള്ള ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയാണ്. മനസ്സിലായില്ല. ഒരു കാറിൽ 10 മീറ്റർ പെർ സെക്കൻഡിൽ 10, 12, 14 മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങനെ കൂടി പോവാണ്. അപ്പൊ 16 മീറ്റർ പെർ സെക്കൻഡ് ആയി. 10, 12, 14, 16 ആയപ്പോൾ കാറിൽ നിന്ന് ഒരാൾ ഒരു ബോൾ റിലീസ് ചെയ്ത് അങ്ങനെ റിലീസ് ചെയ്യുന്ന സമയത്ത് ആ കാറിന്റെ എന്താ വെലോസിറ്റി ഉള്ളത്? 16. അപ്പോൾ ആ റിലീസ് ചെയ്ത പാടെ ജസ്റ്റ് ആഫ്റ്റർ ദ റിലീസ് ആ ബോളിന്റെ വെലോസിറ്റി 16 തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, നമ്മളത് പഠിച്ചാണ്. ഇനേഷ്യാണ് കാരണം, നമ്മുടെ മോഷൻ സ്ട്രീറ്റ് ലൈൻ അത് പറഞ്ഞാണ്. സോ നമുക്ക് പറയാൻ പറ്റും ഇവിടെ വെലോസിറ്റി ഓഫ് ബോൾ ജസ്റ്റ് ആഫ്റ്റർ ദ റിലീസ്. ഞാൻ ഇരുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാം. വെലോസിറ്റി ഓഫ് ബോൾ എത്രയായിരിക്കും? t² i cap എന്നല്ല പറഞ്ഞത്, 3 സെക്കൻഡിലാണ് റിലീസ് ചെയ്തത്. സോ 3² i cap, അതായത് 9 i cap ആണ് ആ ബോളിന്റെ വെലോസിറ്റി ഉള്ളത്. ആക്സിലറേഷൻ എന്താ ഉണ്ടാവാം? ആക്സിലറേഷൻ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ പോരെ. വെക്ടർ a is equal to d വെക്ടർ v by dt. സോ ഇവിടെ എന്ത് വരും? t² ഡിഫറൻഷിയേറ്റ് ചെയ്യാം, 2t i cap എന്ന് വരും. സോ 2 ഇൻറ്റു ടൈം എത്രയാണ്? 3. 2 ഇൻറ്റു 3 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തെറ്റി. 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഐ ക്യാപ്പ് തെറ്റി. കാരണം എന്താ? കാരണം ആലോചിച്ച് നോക്കിയേ, ആക്സിലറേഷൻ ആരാ കൊടുക്കാനാ? ഫോഴ്സാ കൊടുക്കുക അല്ലേ. സോ ആക്സിലറേഷൻ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞു, ഡീപ്പ് സ്പേസിൽ ഫോഴ്സ് കൊടുക്കാൻ ആരുമില്ല. ബോള് സാറ്റലൈറ്റിൻ്റെ ഉള്ളിൽ ഉള്ള സമയത്ത് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, സാറ്റലൈറ്റുള്ള മനുഷ്യന്മാരതിൻ്റെ മേലെ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷേ സാറ്റലൈറ്റിന് മനുഷ്യൻ കൈ പുറത്തേക്ക് ഇട്ടു, എന്നിട്ട് ബോൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ മേലെ ഫോഴ്സ് കൊടുക്കാൻ ആരുമില്ല. മനസ്സിലായോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെക്ടർ a is equal to വെക്ടർ f by m ആണ്. സോ ഇവിടെ റിലീസ് ചെയ്ത് കഴിഞ്ഞ പാടത്തിന് കൊടുക്കാൻ ഫോഴ്സ് ആരുമില്ല. സോ 0 by m എന്നായി അല്ലേ. അപ്പോൾ എന്തായി ഉത്തരം? 0 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ വെക്ടർ a is equal to വെക്ടർ f by m എന്ന് പറയുന്നതാണ് കോസ്, റീസൺ
ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ കാരണം ഫോഴ്സ് ആണ് റീസൺ. അത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആക്സലറേഷൻ ആണ് dv/dt വെച്ച് നമ്മൾ കാണുന്നത്. രണ്ടും സെയിം ആണ്, രണ്ടും ആക്സലറേഷൻ തന്നെയാണ്. ഇപ്പൊ കൺഫ്യൂഷൻ ആവണ്ട സാർ, ഇത് രണ്ടും വേറെ വേറെ ആൾക്കാരാണ്. അല്ലല്ല, നമ്മുടെ ഒബ്ജക്റ്റ് അതിനെ മേലെ ഫോഴ്സ് കൊടുത്താൽ അത് നീങ്ങും, ഫോഴ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് നീങ്ങൂല. ഫോഴ്സ് കൊടുത്താൽ നീങ്ങി കഴിഞ്ഞാൽ അതിന്റെ ആക്സലറേഷൻ കാണാൻ dv/dt. കൊടുക്കുന്ന ഫോഴ്സ് ബൈ മാസ് അതാണ് ആക്സലറേഷൻ. ഇതുണ്ടെങ്കിലേ ഇതുണ്ടാവുള്ളൂ, ഇതുണ്ടെങ്കിലേ വെലോസിറ്റി ചേഞ്ച് ചെയ്യുള്ളൂ. മനസ്സിലായോ? ഫോഴ്സ് ഉണ്ടെങ്കിലേ വെലോസിറ്റി ചേഞ്ച് ചെയ്യുള്ളൂ. സോ ഇവിടെ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ബൈ മാസ്. ഫോഴ്സ് 0 ആണ്. കാരണം എന്താ 0 അങ്ങനെ ഡീപ്പ് സ്പേസിൽ ഫോഴ്സ് കൊടുക്കാൻ ആരുമില്ല. ബോൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് കൊടുക്കാൻ ആരുമില്ല. ഓക്കെ, സോ ഇത് NCERT എക്സസൈസിൽ ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചില്ല. പക്ഷേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണക്ട് ചെയ്തിട്ട് 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ആരും പഠിപ്പിക്കുന്നത് കാണുന്നില്ല. അപ്പോൾ ഞാൻ പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സാറൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും നല്ല ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ട്. ഡീപ്പ് സ്പേസ് വരെ നമ്മൾ പോയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ വേറെ ചില കാര്യങ്ങൾ ഡെൽറ്റ വെക്ടർ p/d∆t = m വെക്ടർ a ആവറേജ് എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും. അതിൽ നമ്മൾ പല ട്രിക്സ് ഒക്കെ ഉപയോഗിക്കാൻ പോവുകയാണ്. എന്താ ട്രിക്സ് ഉപയോഗിക്കാൻ കാരണം? ട്രിക്സ് എന്ന് പറഞ്ഞാൽ വെറുതെ ട്രിക്ക് കാണാപ്പാടം പഠിപ്പിക്കില്ല. ആ പരിപാടി ഇവിടെ ഇവിടെ എല്ലാം ഡീപ്പായിട്ട് പോലെ നമ്മൾ എങ്ങനെ ട്രിക്ക് നമ്മൾ ആദ്യം ഡിറൈവ് ചെയ്യും, അതിനുശേഷം നമ്മൾ ട്രിക്ക് ഉപയോഗിക്കും. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്.